ഹലോ ഹായ് തഗ് ലൈഫ് ഒരു മണിരത്നം സിനിമ. ആ മണിരത്നം എന്ന് പറയുന്ന ബ്രാൻഡ് നെയിം തന്നെയാണ് കേട്ടോ ഈ സിനിമയുടെ ഏറ്റവും വലിയ എന്താ പറയുക ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ എ ആർ റഹ്മാൻ എ ആർ റഹ്മാനും മണിരത്നവും കൂടി ചേരുമ്പോഴുള്ള ഒരു മാജിക് ഉണ്ടല്ലോ. അപ്പോൾ അതൊരു പ്രതീക്ഷയായിരുന്നു. അതുപോലെ തന്നെ ഇതിലെ ഭയങ്കരമായ ഒരു കാസ്റ്റിങ്ങും നമ്മുടെ ഉലകനായകൻ കമലഹാസൻ അദ്ദേഹം തന്നെയാണ് സിനിമയുടെ റൈറ്റർ. അതുപോലെ തന്നെ ചിമ്പു, അഭിരാമി, തൃഷ, പിന്നെ എന്താ പറയുക നമ്മുടെ മലയാളത്തിൽ നിന്ന് ഐശ്വര്യ ലക്ഷ്മി, ജോജു, അങ്ങനെ നാസർ, അങ്ങനെ വലിയൊരു താരനിരയോടുകൂടി വന്ന ഒരു സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയോടെയാണ് സിനിമ നോക്കി കണ്ടതും. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഈ സിനിമയുടെ കഥ വെച്ച് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് രണ്ട് മൂന്ന് സീൻ എത്തിയപ്പോൾ എനിക്ക് തോന്നി ഇതൊരു മറ്റ് സിനിമകളേക്കാൾ ഒരു മണിരത്നം സിനിമ ആയതുകൊണ്ട് കുറേയും കൂടിയൊക്കെ ഒന്ന് എലിവേറ്റ് ചെയ്തിട്ടുണ്ട് എന്നെനിക്ക് തോന്നി. അത് കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോൾ എനിക്ക് തോന്നി ഇതൊരു മണിരത്നം സിനിമ ആയതുകൊണ്ട് കുറച്ച് അവിടെയൊക്കെ വർക്കാവാതെ വരുന്നുണ്ടോ എന്നെനിക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തോന്നി. അപ്പോൾ എന്നിലെ പ്രേക്ഷകന് ഒരു മിക്സ്ഡ് ആയിട്ടുള്ളൊരു തിങ്കിങ് ആണ് എനിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമ മുഴുവനായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇല്ല. സിനിമയുടെ ഏറ്റവും വലിയ നെഗറ്റീവ് സിനിമയുടെ സ്റ്റോറി ലൈനാണ്. സ്ഥിരം തമിഴ് സിനിമയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിരം സ്റ്റോറി ലൈൻ തന്നെയാണ് തഗ് ലൈഫിനുള്ളത്. റൈറ്റർ കമലഹാസൻ തന്നെയാണ്. മണിരത്നവും കൂടി സിനിമയുടെ എഴുത്തിൽ ഭാഗമായിട്ടുണ്ട്. സ്ഥിരം നമ്മൾ കണ്ട് മടുത്ത സ്റ്റോറി ലൈൻ തന്നെ. ഇത് എത്ര കാലം ഇത്തരത്തിലുള്ള കഥകൾ ഇങ്ങനെ പറയും എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് കമലഹാസൻ്റെ എഴുത്തിൽ അങ്ങനെ വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. പ്രത്യേകിച്ച് മണിരത്നം ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഒരു പുതിയൊരു പരിപാടി ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷയൊക്കെ അസ്ഥാനത്തായിപ്പോയി. സ്ഥിരം ക്ലീശ സ്റ്റോറി ലൈൻ, എന്താ പറയുക ഒരു ഗ്യാങ്സ്റ്റർ, എന്താ പറയുക ഒരു വാറോ അല്ലെങ്കിൽ ഒരു ഡ്രാമ, ഒരു ഗ്യാങ്സ്റ്റർ ഒരു ത്രില്ലർ ഡ്രാമ അങ്ങനത്തെ ഒരു പരിപാടിയായിട്ടാണ് സിനിമ അവതരിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ഒട്ടും വർക്കായിട്ടില്ല ആ സ്റ്റോറി. ടെക്നിക്കലി ഒരുപാട് പരിപാടി പണിയെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മണിരത്നം സിനിമകളിൽ കാണുന്ന സ്ഥിരം കുറേ പരിപാടി ഉണ്ടെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഫ്രെയിമുകളിലൂടെ ഒരു ക്യാരക്ടറുകൾ കാണുമ്പോൾ അങ്ങനത്തെ ഒരു കുറേ നല്ല പരിപാടികളുണ്ട്. പ്രത്യേകിച്ച് ക്ലൈമാക്സിലോട്ടൊക്കെ എത്തുമ്പോൾ ഇദ്ദേഹം കൊടുത്തിട്ടുള്ളൊരു ഫ്രെയിമിലും അദ്ദേഹത്തിൻ്റെ ലൈറ്റും ഒക്കെ ഉണ്ടല്ലോ, അത് അത് മണിരത്നത്തിൻ്റെ സിനിമകളിൽ മാത്രം കാണുന്ന പരിപാടികൾ. അത് ഭയങ്കര ബ്യൂട്ടി ആയിരുന്നു കേട്ടോ. സിനിമ തുടങ്ങുന്നത് തന്നെ എന്താ പറയുക മണിരത്നം സിനിമകളിൽ മണിരത്നത്തിൻ്റെ ഒരു എന്താ പറയുക സിഗ്നേച്ചർ പരിപാടിയോടുകൂടിയാണ് സിനിമ തുടങ്ങുന്നത്. എന്താ വെച്ചാൽ ഫ്ലാഷ് ബാക്ക് വിത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു ബ്യൂട്ടി ഉണ്ടെന്ന് കാണിച്ചു തരുന്നത് ഇന്ത്യയിൽ വേറൊരു ഡയറക്ടറില്ല. മണിരത്നത്തിൻ്റെ സിനിമകളിൽ മാത്രമേ ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു ബ്യൂട്ടി ഉണ്ടെന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളൂ. വേറെ ഒരു ഡയറക്ടറിന് അത്രയും കിട്ടിയിട്ടില്ല. പക്ഷേ ആ ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞ് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സീൻ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ പിന്നെ അവിടെ നിന്ന് എനിക്ക് സിനിമ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റി. പിന്നെ എന്താണ് സിനിമയുടെ ടോട്ടൽ പരിപാടി എന്ന് എനിക്ക് അവിടെ കിട്ടി ആ തുടക്കം തന്നെ. അത് തന്നെയാണ് ഭയങ്കരമായ പ്രെഡിക്റ്റബിൾ ആണ് സിനിമ. അത് ക്ലീശ സ്റ്റോറി ആയതുകൊണ്ടാണ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇതെന്തായിരിക്കും ക്ലൈമാക്സിൽ നടക്കാൻ പോകുന്നതൊക്കെ നമുക്ക് കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കറണ്ട് ഇല്ല ഇവിടെ, അതുകൊണ്ട് നല്ല ചൂടുണ്ട്. അപ്പോൾ ഇത് കമലഹാസന്റെ എഴുത്തിൽ ഒട്ടും ഡെപ്ത് ഇല്ല എന്ന് എനിക്ക് തോന്നി. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ മണിരത്നം ചെയ്തതുകൊണ്ട് നന്നായി, മണിരത്നം ചെയ്തതുകൊണ്ട് മോശമായി എന്ന് പറയാൻ കാരണം എന്താ പറയുക, ഒരു ടിപ്പിക്കൽ തമിഴ് സിനിമയുടെ ഒരു മാസ് മസാല സിനിമയുടെ ഒരു കഥയാണ് ഇതിൽ കമലഹാസൻ എഴുതി വെച്ചിരിക്കുന്നത്. അതിൽ മണിരത്നം എന്ത് ചെയ്തെന്ന് വെച്ചാൽ മണിരത്നത്തിൻ്റെതായിട്ടുള്ള ഒരു സ്റ്റോറി ടെല്ലിംഗ് ഉണ്ടല്ലോ, ആ പരിപാടി ആ ഒരു ടിപ്പിക്കൽ മാസ് മസാല പടങ്ങളിൽ നിന്ന് കുറച്ച് വേറിട്ട് നിന്നിരുന്നു. അപ്പം ചില സീനുകളൊക്കെ കൊള്ളാം, ആ ഒരു മാസ് മസാല പരിപാടിയിൽ നിന്ന് മാറി ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ളൊരു സാധനം തോന്നിയിരുന്നു. പക്ഷെ കുറച്ചങ്ങോട്ട് പോകുമ്പോൾ ഒരു മാസ് എലിവേഷൻ കിട്ടേണ്ട സ്ഥലത്ത് ഭയങ്കരമായി ഫ്ലാറ്റായി പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഹൈ തരുന്ന മൊമെന്റ്സ് വേണമല്ലോ. ചെറിയ ഒന്ന് രണ്ട് ഒരു ആക്ഷൻ പരിപാടികൾ, എന്താ പറയുക, കമലഹാസന്റെ ഒരു ആറ്റിറ്റ്യൂഡും അദ്ദേഹത്തിന്റെ ഒരു സ്ക്രീൻ പ്രസൻസും ഒക്കെ കൊണ്ട് ഒരു സ്വാഗം പരിപാടിയെ കൊണ്ട് നമുക്കൊരു ചെറുതായിട്ടൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ അതല്ലാതെ ഒരു ഹൈ തരുന്ന ഒരു പരിപാടി ഇല്ല. മണിരത്നം ചെയ്തത് കൊണ്ട് ഫ്ലാറ്റായി പോയോ എന്നുള്ളൊരു തോന്നലും എനിക്ക് സിനിമ കണ്ടപ്പോൾ, ഇതെൻ്റെ പേഴ്സണൽ അഭിപ്രായം ഉണ്ടോ, എനിക്ക് അങ്ങനെ തോന്നി. അപ്പം അതൊരു വല്ലാത്തൊരു നെഗറ്റീവാണ്. അപ്പം അതുകൊണ്ട് മിക്സ്ഡ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. ടോട്ടലി സ്റ്റോറി വൈസ് ഭയങ്കര ദുരന്തമാണ് കേട്ടോ. നമ്മൾ പേട്ട, അതുപോലെ തന്നെ ലാസ്റ്റ് ഇറങ്ങിയ വിജയ് ത്രിബിളിൽ വരുന്ന മറ്റേ സിനിമയുടെ പേരും മറന്നുപോയി, സ്റ്റേഡിയത്തിന്റെ മുകളിലൊക്കെ കിടന്ന് ഇടിപിടിക്കുന്ന, അങ്ങനെ പല തമിഴ് സിനിമകൾ വിടേണ്ടതായിട്ടുള്ള മറക്കേണ്ടതായിട്ടുള്ള ഒരു ത്രെഡ് വീണ്ടും കൊണ്ടുവന്നിട്ടിട്ട് ഉള്ള ഒരു പരിപാടിയാണ്. ടെക്നിക്കലി എല്ലാവരും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ശ്രീകർ പ്രസാദ് എഡിറ്റർ, അതുപോലെ തന്നെ രവി കെ ചന്ദ്രൻ സിനിമാറ്റോഗ്രാഫർ. പിന്നെ ഈ സിനിമയുടെ ഏറ്റവും പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിന്റെ സൗണ്ട് ഡിസൈനിങ് ആണ്. ഗംഭീരമായിട്ട് എന്ന് വെച്ചാൽ
ഓവർ ആക്കിയിട്ടില്ല. നല്ല രസമുള്ള ഒരു സൗണ്ട്. അത് തുടക്കത്തിൽ തന്നെ എനിക്ക് കിട്ടി. ആ സൗണ്ട് ഡിസൈനിൻ്റെ ഒരു ക്വാളിറ്റി. ചുവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റൂ എന്ന് പറയുന്ന പോലെ ക്ലീഷേ സ്റ്റോറി, സ്ഥിരം കണ്ടുമടുത്തൊരു സ്റ്റോറി ലൈനിലാണ് ഇവർ ഈ പണി മുഴുവൻ എടുക്കുന്നത്. അതുകൊണ്ട് ചുവരില്ലാത്ത ചിത്രം കൂടി ആയിപ്പോയി എന്താ പറയുക തഗ് ലൈഫ് എന്ന് എനിക്ക് പേഴ്സണലി തോന്നി. പെർഫോമൻസ് വൈസ് ഒക്കെ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അറിയാമല്ലോ കമലഹാസൻ ഗംഭീരമായിട്ട് അയാളുടെ ഒരു സ്വാഗം പരിപാടിയൊക്കെ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. ജോജു നമ്മുടെ കിട്ടില്ലനായിട്ട് ചെയ്യുന്നുണ്ട്. പുള്ളിയുടെ ഒരു സ്ക്രീൻ പ്രസൻസ് ഉണ്ടല്ലോ, പുള്ളിയുടെ ഫിസിക്ക്, ആ ഫിസിക്ക് കൊണ്ട് തന്നെ പുള്ളി ഗംഭീരമായിട്ട് ആ ക്യാരക്ടർ പിടിക്കും. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും വരാം.